ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പുരുഷന്മാരെ കുറിച്ചാണ്. അതായത് പുരുഷ മനഃശാസ്ത്രം, അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാരും സ്ത്രീകളും രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ് നിൽക്കുന്നതെന്ന് പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് ശരിയാണോ എന്നത് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പുരുഷന്മാരും സ്ത്രീകളും തീർത്തും വ്യത്യസ്തരാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. സ്ത്രീകളെക്കുറിച്ചായിരിക്കും, അവരുടെ മനഃശാസ്ത്രത്തെക്കുറിച്ചായിരിക്കും കൂടുതൽ പഠനങ്ങളും ഉണ്ടായിട്ടുള്ളത്, കൂടുതൽ പുസ്തകങ്ങളും ആളുകൾ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഒരു പുരുഷൻ അവനെ എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങളും ലേഖനങ്ങളും എല്ലാം വളരെ കുറവ് തന്നെയാണ്. തീർച്ചയായും ഓരോ പുരുഷനും വ്യത്യസ്തരാണ്. എന്നാൽ നിങ്ങളുടെ പങ്കാളിയെ നന്നായി മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അതുവഴി നിങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കാനും നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്താനും നിങ്ങൾക്ക് കഴിയും. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യനെ എങ്ങനെ മനസ്സിലാക്കാമെന്നും അവൻ്റെ ചിന്തകളെ എങ്ങനെ മനസ്സിലാക്കിയെടുക്കാമെന്നും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും ഇത് സാധ്യമാണോ? ഒരു പുരുഷ മനഃശാസ്ത്രം മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല. ഓരോ പുരുഷനും വ്യത്യസ്തരാണ്. അവൻ്റെ മനസ്സ് എങ്ങനെ വായിക്കാം എന്നതിന് ഒരു ഫോർമുലയുമില്ല എന്നതാണ് വസ്തുത. എന്നാൽ ഒരു പുരുഷന്റെ മനസ്സ് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം, എങ്ങനെ വായിച്ചെടുക്കാം എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ വഴി കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരാളുടെ പെരുമാറ്റം മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവർ എങ്ങനെ ചിന്തിക്കുന്നുവെന്നും ജീവിതത്തെ അവരുടെ കണ്ണിലൂടെ എങ്ങനെ കാണുന്നുവെന്നും മനസ്സിലാക്കുക എന്നതാണ്. പുരുഷന്മാർ എങ്ങനെ സ്നേഹിക്കുന്നുവെന്നും അവർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളോട് അവർ എങ്ങനെ പ്രതികരിക്കുന്നുവെന്നും മനസ്സിലാക്കുവാൻ തുടങ്ങുക. അതിനുവേണ്ടി ശ്രമിക്കുക. ഇത് തർക്കങ്ങളും തെറ്റിദ്ധാരണകളും ഒരു പരിധിവരെ കുറയ്ക്കും. ഒരു മനുഷ്യനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ അവൻ്റെ മനസ്സ് വായിക്കേണ്ട ആവശ്യമില്ല. അത് അസാധ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് അവർക്ക് ലഭിക്കുന്ന ഓരോ സാഹചര്യത്തെയും അവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നും ആ സാഹചര്യങ്ങളിൽ അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്നതും മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പുരുഷന്മാരെ എല്ലാവരും അതുപോലെ ആയിരിക്കണമെന്നില്ല. അതായത് പുരുഷന്മാരുടെ പൊതു സ്വഭാവങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടാകാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പങ്കാളിയെ മനസ്സിലാക്കാനും ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമാകും. പുരുഷന്മാരെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ അതിൽ പറയുന്നത്, മിക്ക പുരുഷന്മാരും സഹായം ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ്. അതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയും കൂടി ഒരു യാത്ര പോകുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടുള്ള വഴി അറിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയോട് ആവശ്യപ്പെടുന്നു, ആരോടെങ്കിലും നമുക്ക് വഴി ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് നിർത്തി വഴി ചോദിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ആ വ്യക്തി അത് നിരസിക്കുന്നുണ്ടോ? മിക്ക പുരുഷന്മാർക്കും അത് പുതിയ കാര്യമല്ല. പല പുരുഷന്മാർക്കും സഹായം ചോദിക്കുന്നത് ഇഷ്ടമല്ല. നിങ്ങളിൽ നിന്ന് പോലും അവർ സഹായങ്ങൾ ചോദിക്കാൻ മടിക്കും. മിക്ക പുരുഷന്മാരും അവരുടെ ജോലികൾ പൂർത്തിയാക്കാനും പിന്നീട് അതിനെക്കുറിച്ച് സന്തോഷിക്കുവാനും അതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുവാനും ആഗ്രഹിക്കുന്നവരായിരിക്കും. പലരും സഹായം ചോദിക്കുന്നത് തൻ്റെ ബലഹീനതയുടെ ഒരു ലക്ഷണമാണെന്ന് പോലും ചിന്തിക്കുന്നുണ്ട് എന്നാണ് സൈക്കോളജി പറയുന്നത്. അടുത്തത് രണ്ടാമത്തെ കാര്യം നോക്കാം. അവർ ജനിച്ചത് തന്നെ പ്രശ്നപരിഹാരകരായിട്ടാണ്. പ്രശ്നപരിഹാര കഴിവുകളുടെ കാര്യത്തിൽ മിക്ക പുരുഷന്മാരും കൂടുതൽ ഉപകാരപ്രദരാണ്. അത് പല രീതിയിലുള്ള കാര്യങ്ങൾ, പ്ലംബിംഗ് വർക്കാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടിയുടെ പ്രശ്നങ്ങൾ, എന്ത് കാര്യം തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ അവരെ ആശ്രയിക്കുന്നതിൽ അതിശയിക്കാനില്ല. അവർക്കൊരു സമയം ഒരു പ്രോജക്റ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അത് പരിഹരിക്കാൻ പരമാവധി ശ്രമിക്കാനും കഴിയും. എല്ലാ പുരുഷന്മാരും മൾട്ടി ടാസ്കിങ്ങിൽ മിടുക്കരല്ല, പക്ഷെ അവർക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും മികച്ചവരാവാൻ കഴിയും. ഇനി മൂന്നാമത്തെ കാര്യം നോക്കാം. അവർ 24 മണിക്കൂറും ലൈംഗികതയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പുരുഷന്മാരെക്കുറിച്ച് സ്ത്രീകൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്, എല്ലാവരും 24 മണിക്കൂറും ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്. പുരുഷന്മാർ പല കാര്യത്തിലും ചിന്തിക്കുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ്. അവർ അവരുടെ ഭാവിയെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ ചെയ്യാനുള്ള ഒരു കാര്യത്തെക്കുറിച്ചോ അവരുടെ അടുത്ത പ്രോജക്റ്റിനെ കുറിച്ചോ ഒക്കെ ആയിരിക്കും ദീവാസ്വപ്നം കാണുന്നത്. പുരുഷന്മാർക്ക് മയങ്ങാനും എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനുമുള്ള അത്ഭുതകരമായ ഒരു കഴിവുണ്ട്. ചില പുരുഷന്മാർ ആഴത്തിലുള്ള ചിന്തകളിൽ നിന്ന് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ വളരെ ഈസി ആയിട്ട് ഉറങ്ങുന്നതെല്ലാം കണ്ടാൽ, അല്ലെങ്കിൽ അവർ അതിൽ നിന്നെല്ലാം ഒഴിവായി പോകുന്നത് കണ്ടാൽ അവർ ഇത്തരത്തിലെല്ലാം ചിന്തിച്ചാണ്, അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം ആയിരിക്കും അവരുടെ ചിന്തകൾ എന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. കാരണം അവരങ്ങനെയാണ്. നാലാമത്തെ കാര്യമായിട്ട് പറയുന്നത്, മിക്ക പുരുഷന്മാരും മറ്റ് സ്ത്രീകളെ തുറിച്ചു നോക്കിയേക്കാം. ഇത്തരത്തിൽ അവരൊരു സ്ത്രീയെ തുറിച്ചു നോക്കുന്നത് അത് വിലമതിപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ആകാംക്ഷയുടെ പുറത്തോ ആയിരിക്കാം. അത്തരത്തിലൊരു വ്യക്തി, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നോക്കുന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ഒരു നീക്കവും അവർ നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ദോഷകരമായ ഒരു കാര്യമല്ല. ആ നോട്ടം ദോഷകരമല്ല. അവരങ്ങനെ നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു മോശക്കാരായിട്ട് നമുക്ക് ഒരിക്കലും ചിത്രീകരിക്കാനാവില്ല. കാരണം അത് അവരുടെ മനഃശാസ്ത്രപരമായിട്ട് അവർ അങ്ങനെയാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്.
അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പുകഴ്ത്തി പറയുന്നത് കേൾക്കാനായിട്ട് അവർ ഇഷ്ടപ്പെട്ടേക്കാം. എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല, എങ്കിലും കൂടുതൽ ആളുകളും അങ്ങനെ ആയിരിക്കാമെന്ന് സൈക്കോളജി പറയുന്നു. അവരത് പുറത്ത് കാണിക്കില്ലായിരിക്കാം, പക്ഷേ പുരുഷന്മാരിൽ അധികവും അഭിനന്ദനങ്ങൾ പ്രതീക്ഷിക്കുന്നവരാണ്. പ്രത്യേകിച്ചും അവർ അർഹിക്കുന്ന സമയത്ത് അഭിനന്ദനങ്ങൾ നൽകുക. അവരൊരു കാര്യം നിങ്ങൾക്ക് ചെയ്തു തന്നോ, അപ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കഴിവുകളെയും കഠിനാധ്വാനത്തെയും നിങ്ങൾ അഭിനന്ദിക്കുന്നുവെന്ന് അറിയിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ ഒരാളെ അഭിനന്ദിക്കുന്ന പ്രവൃത്തി അവനെ സന്തോഷിപ്പിക്കും. അവനത് കാണിച്ചില്ലെങ്കിലും അവനും ഈ ശീലം സ്വീകരിച്ച് നിങ്ങളുടെ ശ്രമങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കും. ഇത്തരത്തിൽ പരസ്പരം നിങ്ങൾ അഭിനന്ദിക്കുന്നത് നിങ്ങളുടെ ബന്ധങ്ങളെയും ശക്തിപ്പെടുത്തുമെന്നാണ് സൈക്കോളജി പറയുന്നത്. അടുത്തത് എന്താണെന്ന് നോക്കാം. ഇതിൽ പറയുന്നത് അവരെ തന്നെ സ്വയം പ്രകടിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ്. അതായത് ഒരു ബന്ധത്തിൽ ഒരു പുരുഷനെ എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചിന്തിക്കുന്നതിൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം അവരുടെ മനസ്സ് എന്താണെന്ന് പ്രകടിപ്പിക്കുവാനായിട്ട് അവരെ തന്നെ അനുവദിക്കുക. അതിനേക്കാൾ മികച്ച ഒരു മാർഗം എന്താണുള്ളത്? പുരുഷന്മാർ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നില്ലെന്ന് പലരും കരുതുന്നു. ഇതിന് വിപരീതമായി പുരുഷന്മാർക്കും സുഖകരമായിരിക്കുമ്പോൾ മാത്രം സ്വയം പ്രകടിപ്പിക്കുവാൻ ആഗ്രഹമുണ്ട്. നിങ്ങളോടൊപ്പം അവന് സ്വയം ആയിരിക്കുവാൻ കഴിയുമെന്നും നിങ്ങൾ അവനെ വിധിക്കുകയില്ലെന്നും കുറ്റപ്പെടുത്തുകയില്ലെന്നും അവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ മനസ്സ് തുറക്കും. വെറും ഒരു പങ്കാളിയാവാൻ മാത്രം ശ്രമിക്കരുത്, അവരുടെ ഉറ്റ സുഹൃത്താവാനായിട്ട് ശ്രമിക്കുക. അടുത്ത പോയിന്റായിട്ട് പറയുന്നത് മിക്ക പുരുഷന്മാരും മൾട്ടി ടാസ്ക് അതിൽ അത്ര മിടുക്കരായിരിക്കുകയില്ല. തീർച്ചയായും പുരുഷന്മാർ പ്രശ്നപരിഹാരത്തിന് അവർക്കുള്ള കഴിവ് വളരെ വലുതാണ്. എന്നാൽ മിക്ക പുരുഷന്മാരും ഒരു സമയം ഒരു ജോലിയിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ രീതിയിൽ അവർ കൂടുതൽ ഉൽപാദനക്ഷമതയുള്ളവരായിരിക്കും. അതായത് ആ കാര്യം വളരെ നല്ല രീതിയിൽ അവർ പൂർത്തിയാക്കും. അതേസമയം ആ ജോലിയുടെ കൂടെ മറ്റൊരു കാര്യം കൂടെ ചെയ്യുന്നത് അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ വളരെയധികം വിവരങ്ങളോ അത്തരത്തിലുള്ള ജോലികളോ നൽകുന്നത് ആദ്യം ഏതാണ് ചെയ്യേണ്ടത് എന്ന്, ആദ്യം ഏത് തിരഞ്ഞെടുക്കണമെന്നോ, ഏത് ജോലി പൂർത്തിയാക്കണമെന്നോ, ഏതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നോ അയാൾക്ക് അതെല്ലാം ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിച്ചേക്കാം. അത്തരത്തിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് സൈക്കോളജി പറയുന്നത്. ഒരു സമയം ഒരു ജോലി മാത്രം ചെയ്യാൻ പറഞ്ഞാൽ അത് കൂടുതൽ നന്നായി അവർ ചെയ്തു തരും എന്നാണ് സൈക്കോളജി പറയുന്നത്. അടുത്ത പോയിന്റായിട്ട് പറയുന്നത് അവൻ ഒരു പുരുഷനെ പോലെ തോന്നാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ്. പുരുഷന്മാരെക്കുറിച്ച് സ്ത്രീകൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം അവരിൽ ഭൂരിഭാഗവും പുരുഷന്മാരായി പരിഗണിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. മാത്രമല്ല മറ്റുള്ളവരെക്കാൾ താഴ്ന്നവരായി പരിഗണിക്കപ്പെടുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നതുമാണ്. പുരുഷന്മാർക്ക് തോന്നണം അവർക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന്, അതുപോലെ കുടുംബത്തിന് ഒരു ദാതാവാകാൻ കഴിയുമെന്ന്, എത്ര ചെറിയ ജോലിയാണെങ്കിലും നായകനാവാൻ കഴിയുമെന്ന്. നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുണ്ടെന്നും നിങ്ങൾക്ക് അധികാരമുണ്ടെന്നും കാണുന്നത് അവൻ ഇഷ്ടമാണ്. പക്ഷേ അവനെ അതേപടി ജീവിക്കാൻ അനുവദിക്കുന്നതും വളരെ നല്ല കാര്യമായിരിക്കും. അടുത്ത പോയിന്റായിട്ട് പറയുന്നത് പുരുഷന്മാർ മത്സരം ഇഷ്ടപ്പെടുന്നു എന്നാണ്. മിക്ക പുരുഷന്മാർക്കും മികച്ചവരാകാനും മത്സരിക്കാനുമുള്ള ഒരു പ്രേരണ അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. അതിനാൽ നിങ്ങളോടാണെങ്കിൽ പോലും മത്സര ബുദ്ധി കാണിക്കുന്നതിന് അയാൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുകയില്ല. അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കണം. മനുഷ്യവംശത്തിന്റെ ഉദയത്തിൽ പോലും അതങ്ങനെ ആയിരുന്നു. മത്സരബുദ്ധി അത് അത്ര മോശമായിട്ടുള്ളൊരു കാര്യമല്ല. അത് നിങ്ങളുടെ പങ്കാളിയെ ജീവിതത്തിൽ കൂടുതൽ ദൃഢനിശ്ചയമുള്ളവനാക്കി മാറ്റാനായിട്ടാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. അടുത്ത പോയിന്റായിട്ട് പറയുന്നത് പുരുഷന്മാർ വലിയ ആൺകുട്ടികളാണ്, അത് അവർക്ക് അറിയാം. ഇതെന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക പുരുഷന്മാരും എപ്പോഴും ശരിക്കും പറഞ്ഞാൽ ആൺകുട്ടികളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പുരുഷനാണല്ലോ, അപ്പോൾ അവരൊരു വലിയ ആൺകുട്ടിയാണെന്ന് പറയാം. കാരണം അവരെത്ര വലിയ ബിസിനസിന്റെ ഉടമയാണെങ്കിലോ അല്ലെങ്കിൽ എത്ര വലിയ ബോഡി ബിൽഡർ ആണെങ്കിലോ എത്ര വലിയ പോസ്റ്റിലിരിക്കുന്ന ആളാണെങ്കിൽ പോലും അവരുടെ കീഴിൽ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ടാവാം. അവരെ എല്ലാം ഈ പറയുന്ന വ്യക്തി ആയിരിക്കാം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്കുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതെല്ലാം. എന്ത് തരം ജോലിയിലുള്ള ആളാണെങ്കിലും എത്ര വലിയ പോസ്റ്റിലിരിക്കുന്ന ആളാണെങ്കിലും പുതിയൊരു ഗെയിം വന്നാൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കളിപ്പാട്ടം നിങ്ങൾ അവർക്കൊരു ഗിഫ്റ്റായിട്ട് കൊടുത്തു നോക്കൂ. അവരത് ആസ്വദിക്കുന്നതും മണിക്കൂറുകളോളം കളിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും. അവരുടെ ഉള്ളിലെ ആ വലിയ ആൺകുട്ടിയെ നിങ്ങൾക്ക് കാണാൻ കഴിയും. കളികളിലൂടെയും കളിപ്പാട്ടങ്ങളിലൂടെയും ആനന്ദിച്ചുകൊണ്ട് പുരുഷന്മാർ സമ്മർദ്ദം ഒഴിവാക്കുകയും ജീവിത സമ്മർദ്ദത്തിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ പല പുരുഷന്മാരും TV ഷോകളും ക്രിക്കറ്റ്, ഫുട്ബോള് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ദയവായി അധികം പരുഷമായി പെരുമാറരുത്. അവരെ അത് ആസ്വദിക്കാൻ അനുവദിക്കുക. അതിലും നല്ലത് അവനോടൊപ്പം ഈ കാര്യങ്ങൾ ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാക്കാനായിട്ട് സഹായിക്കും. പുരുഷ മനഃശാസ്ത്രത്തിൽ അടുത്തതായിട്ട് പറയുന്നത് പുരുഷന്മാർക്ക് അവരുടെ സുഹൃത്തുക്കളെയും ഗെയിമുകളെയും എന്തിനേറെ ബിയറുകളെയും ഇഷ്ടമാണെന്ന് പറയാം. ആൺകുട്ടികളെ അല്ലെങ്കിൽ മിക്ക പുരുഷന്മാരും സുഹൃത്തുക്കളെ കാണണമെന്ന് പറയുന്നതും
അതുപോലെ ഗെയിം കളിക്കുന്നതും, അതുപോലെ ഒരു ബിയർ കുടിക്കണമെന്ന് പറയുന്നതെല്ലാം വെറുതെ ആണെന്ന് കരുതരുത്. കാരണം അവർ അത് ആ ഒരു നിമിഷം, അവരുടെ കൂടെ ആയിരിക്കുന്ന ആ ഒരു നിമിഷം, അല്ലെങ്കിൽ ആ ബിയർ കുടിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, അവർ ആ ഒരു കാര്യങ്ങൾ, അവരുടെ സുഹൃത്തുക്കളുടെ കൂടെ ആയിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഗെയിം കളിക്കുന്നതിൻ്റെ ആ ഒരു ത്രില്ല്, അല്ലെങ്കിൽ ആ ബിയർ കുടിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, അതെല്ലാം അവർ മാക്സിമം ആസ്വദിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ അവരുടെ കൂട്ടുകാരുടെ കൂടെ പോകരുത് എന്ന് പറയുന്നതിന് പകരം പോവാനായിട്ട് നിങ്ങൾ അനുവദിക്കുക. അങ്ങനെ അവനെ വിശ്വസിച്ച് നീ അവരുടെ കൂടെ വിടാനായിട്ട് തയ്യാറാകുമ്പോൾ അവനായിരിക്കും ഏറ്റവും സന്തോഷവാൻ. നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ അവനെ ബഹുമാനിക്കുന്നുവെന്നും വിശ്വസിക്കുന്നുവെന്നും അവൻ്റെ ജീവിതം ആസ്വദിക്കുന്നതും സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നതും നിങ്ങളും ആഗ്രഹിക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു. അടുത്തൊരു പോയിന്റായിട്ട് പറയുന്നത് പ്രധാനപ്പെട്ട തീയതികളെക്കുറിച്ച് അവർക്ക് താല്പര്യമുണ്ടാവില്ല എന്നതാണ്. നിങ്ങൾ ഇത്രയും കാലം ഒരുമിച്ചുണ്ടായിരുന്നിട്ടും എത്ര വർഷമാണെങ്കിലും അവൻ ഇപ്പോഴും നിങ്ങളുടെ ജനന തീയതി ഓർമ്മിക്കുന്നില്ല. പുരുഷന്മാരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിൽ വളരെ വലിയൊരു കാര്യമാണിത്. അവരിൽ ഭൂരിഭാഗം ആളുകളും തീയതികളോ പ്രത്യേക ഇവന്റുകളോ ഒന്നും ശ്രദ്ധിച്ചു വെക്കുന്നില്ല, അല്ലെങ്കിൽ ഓർമ്മയിൽ കൊണ്ടു നടക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹോർമോൺ വ്യത്യാസങ്ങൾ കാരണം പുരുഷന്മാർ പല കാര്യങ്ങളും മറന്നുപോകാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. അത് അവൻ നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, അത് അവരുടെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ജന്മദിനം മറന്നുപോയാൽ പങ്കാളിയോട് നീരസം കാണിക്കുന്നതിന് പകരം അവനെ അത് അറിയിക്കുവാനും ഒരുമിച്ച് ആഘോഷിക്കുവാനും ശ്രമിക്കുക. അതുപോലെ അടുത്തൊരു പോയിന്റായിട്ട് പറയുന്നത് പുരുഷന്മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു നീണ്ട പട്ടിക നമ്മൾ കൊടുക്കുക. അത് അവർക്ക് വെറുപ്പാണ് എന്നാണ്. അത്തരത്തിൽ ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിനോട് വെറുപ്പായിരിക്കും. പുരുഷന്മാർക്ക് ദൈർഘ്യം കുറവാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു നീണ്ട പട്ടിക അവർ എന്തുകൊണ്ട് വെറുക്കുന്നു എന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇത്തരത്തിലൊരു പുരുഷനെ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പുരുഷന് ഒരു സമയം ഒരു ജോലി നൽകാം, അല്ലെങ്കിൽ ഒരു സമയം ഒരു കാര്യത്തെക്കുറിച്ച് പറയാം, അല്ലെങ്കിൽ അവരോട് ഒരു സമയം ഒരു സ്ഥലത്ത് പോയി എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിച്ചിട്ട് വരാൻ ആവശ്യപ്പെടാം. പക്ഷെ ആ പോകുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലും പല കാര്യങ്ങൾക്കായി ഇറങ്ങണം ചെയ്യണമെന്ന് നിങ്ങൾക്ക് അവരോട് ആവശ്യപ്പെടാതിരിക്കാം. അതായിരിക്കും എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ലത്. കാരണം ആ ഒരു നീണ്ട ലിസ്റ്റ്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് ഞാൻ പോകുന്ന വഴി ചെയ്യണമെന്നുള്ളത് അവർക്ക് വെറുപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അതിലവർക്ക് ശ്രദ്ധ കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടായിരിക്കും കൂടുതൽ ആളുകൾക്കും. അതുകൊണ്ടാണ് അവരതിനെ വെറുക്കുന്നതും. അടുത്ത പോയിന്റായിട്ട് സൈക്കോളജി പറയുന്നത് ചില പുരുഷന്മാർ പ്രതിബദ്ധതയെ ഭയപ്പെടുന്നു എന്നാണ്. ചില പുരുഷന്മാർക്ക് ദീർഘകാല പ്രതിബദ്ധതയെ ഭയമാണ്. തങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല, ഞാൻ ഇതുവരെ ആ ഒരു കാര്യത്തിന് വേണ്ടി തയ്യാറായിട്ടില്ല എന്ന് തോന്നുന്നതിന് അവർക്ക് നിരവധി കാരണങ്ങളുണ്ടാകാം. അവർക്ക് തയ്യാറാവാൻ കൂടുതൽ സമയം ആവശ്യമാണ്. എന്നാൽ അതിനർത്ഥം അവരൊരു ബന്ധത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊന്നുമല്ല. മനസ്സിലാക്കുന്ന ഒരു പങ്കാളിക്ക് ഒരു പുരുഷനെ പക്വത പ്രാപിക്കാനായിട്ട് സഹായിക്കാനാവും. അടുത്ത പോയിന്റായിട്ട് പറയുന്നത് പോസിറ്റീവായിട്ട് പുരുഷന്മാരോട് ഇടപഴകുന്നത് അവരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുമെന്നാണ്. മിക്ക പുരുഷന്മാരും ആത്മാർത്ഥതയുള്ളവരാണ്. നിങ്ങൾക്ക് ഏറ്റവും മികച്ചതാവാൻ, അല്ലെങ്കിൽ ഏറ്റവും മികച്ചത് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതനുസരിച്ച് നടക്കണമെന്നില്ല. ഈ പോരായ്മകളെക്കുറിച്ച് പരാതിപ്പെടുന്നതിന് പകരം അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പക്ഷേ പോസിറ്റീവായിട്ട് നമ്മളത് എടുത്ത് അവരോട് പറയുകയാണെങ്കിൽ പുരുഷന്മാർ അതിനനുസരിച്ച് മാറി ചിന്തിക്കാനും അതിനനുസരിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ശ്രമിക്കുന്നതായിരിക്കും. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ അതിന് പരാതിപ്പെടുന്നതിന് പകരം നിങ്ങളുടെ പങ്കാളിയെ അതിലേക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് നിങ്ങൾ അത് എടുത്ത് കാണിച്ച് പറഞ്ഞു കൊടുക്കുക നല്ല രീതിയിൽ. അത്തരത്തിൽ ഒരാൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ അത് വീണ്ടും പരീക്ഷിക്കാനായിട്ട് അവർക്ക് താല്പര്യം തോന്നും, അല്ലെങ്കിൽ ഒന്നുകൂടി അത് ശ്രമിച്ചു നോക്കാമെന്നത്, അവർക്ക് ശ്രമിച്ചു നോക്കാൻ കഴിയുമെന്നത് അവർക്ക് തോന്നും. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. ചില പുരുഷന്മാർക്ക് ഒരു സ്പേസ് ആവശ്യമാണ്. നിങ്ങളുടെ പുരുഷന് ഡെയിലിയുള്ള ഒരു ജീവിതത്തിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന്, സ്ട്രെസ്, സമ്മർദ്ദം, ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്ന ഒരു സമയങ്ങളുണ്ടാകും. അവൻ നിങ്ങളിൽ നിന്ന് ഒരു കുറച്ച് ഫ്രീ ആയിട്ട് ഒരു സ്പേസ് വേണമെന്ന് ചിലപ്പോൾ ആവശ്യപ്പെട്ടേക്കാം, അല്ലെങ്കിൽ അത്തരത്തിൽ അവരൊരു സ്പേസ് എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഇതൊരു റെഡ് സിഗ്നലായിട്ട് നിങ്ങൾ എടുക്കണമെന്നില്ല. കാരണം ഇതൊരു വേർപിരിയലിൻ്റെ ഫസ്റ്റ് സൈനൊന്നുമായിട്ട് നിങ്ങൾ കാണുകയും ചെയ്യരുത്. പുരുഷന്മാരുടെ സൈക്കോളജി അനുസരിച്ച് കുറച്ച് സമയം അവർക്ക് തനിച്ചായിരിക്കുവാനോ, എന്തെങ്കിലും ഗെയിമുകൾ കാണുവാനോ, അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിക്കുവാനോ, അല്ലെങ്കിൽ ദിവസം മുഴുവൻ കുറച്ച് ഉറങ്ങി തീർക്കുവാനോ, ഒന്ന് കറങ്ങുവാനോ, അങ്ങനെയെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടാകും. ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പങ്കാളിയെ അതിന് അനുവദിക്കുക എന്നതാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അനുവദിക്കുന്നത് വഴി നിങ്ങൾക്ക് അവര് മൂലം സുരക്ഷിതത്വം തോന്നുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കുവാനും സാധിക്കും. ഇനി അടുത്ത പോയിന്റായിട്ട് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ പുരുഷന്മാർ കൂടുതലായിട്ടും ഫ്ലോട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ്.
എല്ലാവരുടെ കാര്യത്തിൽ ഇത് ശരിയാണോ എന്നറിയില്ല. ആൺകുട്ടികളുടെ പെരുമാറ്റം എങ്ങനെ മനസ്സിലാക്കാം എന്നതിൻ്റെ ഒരു ഭാഗം അവർ ശൃംഗരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അതും ധാരാളമായിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണോ എന്നറിയില്ല. അവർ ശൃംഗരിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടോ ഇനി പ്രതിബദ്ധത ഇല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. പുരുഷന്മാരുടെ സ്വഭാവത്തിൽ അത്തരത്തിലൊരു കാര്യം ഉള്ളത് കൊണ്ടാണ്. എന്നാൽ അതിനർത്ഥം അവർക്ക് വിശ്വസ്തരായിരിക്കാൻ കഴിയില്ല എന്നതല്ല. മിക്ക പുരുഷന്മാരും ശൃംഗരിക്കാനുള്ളൊരു പ്രേരണയെ ചെറുക്കാൻ കഴിയും. അതിനാൽ അത് അഭിമാനിക്കേണ്ട കാര്യവുമാണ്. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. പുരുഷന്മാർ ശല്യക്കാരെ അവർക്ക് വെറുപ്പാണ്. അങ്ങനെയാണ് സൈക്കോളജി പറയുന്നത്. പങ്കാളി അവരെ ശകാരിക്കുന്നത്, എപ്പോഴും വഴക്കുവിട്ടുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുരുഷന്മാർക്ക് ഇഷ്ടമല്ല. നിങ്ങൾ പറയുന്നതെല്ലാം അവർക്ക് ദഹിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, അവർക്കത് ഒരു കാരണവശാലും മനസ്സിലാക്കുവാനോ സാധിക്കുകയില്ല. ഇനി മനസ്സിലായാൽ തന്നെ അവർ അങ്ങനെ ചെയ്യുകയുമില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കേൾക്കുന്നത് ആരോ തങ്ങളെ ശകാരിക്കുന്ന ശബ്ദം മാത്രമാണ്. അവർ നിങ്ങളിൽ നിന്ന് കഴിയുന്നത്ര അകന്നു പോകാനായിരിക്കും ആഗ്രഹിക്കുന്നത്. സോ അത്തരത്തിൽ ചെയ്യാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. പകരം ശാന്തത പാലിക്കുക, സൈലന്റ് ആയിട്ടിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. പോസിറ്റീവായിട്ടും അതുപോലെ തന്നെ ആഴത്തിലുള്ള സംഭാഷണങ്ങൾ കൊണ്ടും അവരെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അടുത്ത പോയിന്റായിട്ട് പറയുന്നത് വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ അവർ മിടുക്കരല്ല എന്നാണ്. സൈക്കോളജി പറയുന്നത് മിക്ക പുരുഷന്മാരും വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ മിടുക്കന്മാരല്ല എന്നാണ്. ചിലപ്പോഴൊക്കെ അവർ ദേഷ്യപ്പെട്ടേക്കാം, എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ശൂന്യതയും സങ്കടവും എല്ലാം തോന്നിയേക്കാം. ബന്ധങ്ങളിലെ പുരുഷന്മാരുടെ വികാരങ്ങൾ പലപ്പോഴും വാക്കുകളിലൂടെയല്ല, പ്രവൃത്തികളിലൂടെയാണ് പ്രകടിപ്പിക്കുന്നത്. നിങ്ങൾക്കൊരു സംഭാഷണം ആരംഭിക്കാനും വിശ്വാസം വളർത്തിയെടുക്കാനും കഴിയും. അങ്ങനെ അവർ അവരുടെ വികാരങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പഠിക്കും. അല്ലെങ്കിൽ അത്തരത്തിൽ അവരെ സംസാരിപ്പിക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അവർ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് കാണിക്കുന്ന രീതിയെ അഭിനന്ദിക്കുന്നതും നന്നായിരിക്കും. അത്തരത്തിൽ നിങ്ങൾ അഭിനന്ദിക്കുന്നത് വഴി കൂടുതലായിട്ടും അവരത് പ്രകടിപ്പിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ബട്ട് നോർമലി സൈക്കോളജി പറയുന്നത് ഒരു പുരുഷൻ അവരുടെ വികാരങ്ങൾ അത്രയധികം പ്രകടിപ്പിക്കില്ല എന്ന് തന്നെയാണ്. അടുത്ത പോയിന്റായിട്ട് പറയുന്നത് ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഇത് കണക്ട് ആവാൻ സാധ്യതയുണ്ട്. പുരുഷന്മാർക്ക് നമ്മൾ എന്തെങ്കിലും സൂചനകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കത് കിട്ടില്ല. അതെന്താണെന്നുള്ളത് അവർക്ക് ക്ലിക്ക് ആകില്ല എന്നാണ് സൈക്കോളജി പറയുന്നത്. അതായത് ഇപ്പോൾ വൈഫിന് എന്തെങ്കിലും ഒരു കാര്യം വേണം, അപ്പോൾ അവർ പറയാണ് ഒരു ബാഗ് കണ്ടു, ആ ബാഗ് കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ വില കൂടിയതായിട്ട് തോന്നുന്നു അല്ലേ, എന്താ നിങ്ങളുടെ അഭിപ്രായം, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഇതിൻ്റെ അർത്ഥം അറിയാം. അവർ ആ ബാഗ് ആഗ്രഹിക്കുന്നുണ്ട്, അവർക്കത് വാങ്ങിക്കൊടുക്കണം എന്നവർ പറയാതെ പറയുകയാണെന്ന് ഏത് സ്ത്രീ കേട്ടാലും സ്ത്രീകൾക്ക് ഇതിൻ്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷെ പുരുഷന്മാർക്ക് നിങ്ങൾ ഇത്തരത്തിൽ സൂചനകൾ കൊടുത്ത് ഇങ്ങനെ ഒരു ബാഗ് എനിക്ക് വേണം എന്ന് നിങ്ങൾ തുറന്ന് പറയാതെ അവർക്കത് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കരുത്. ഇത്തരത്തിലുള്ള സൂചനകളും പ്രസ്താവനകളും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് മനസ്സിലാകുന്നില്ല. അത് അവരെക്കുറിച്ചുള്ള സൈക്കോളജി പഠനങ്ങൾ പറയുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് അവരോട് തുറന്ന് പറയുക. എങ്കിൽ മാത്രമേ അവനത് മനസ്സിലാവുകയുള്ളൂ, അവനത് മനസ്സിലാക്കും. ഇതത്ര സങ്കീർണമായിട്ടുള്ളൊരു കാര്യമല്ല. അടുത്ത പോയിന്റായിട്ട് പറയുന്നത് അയാൾക്ക് അസൂയയും തോന്നും എന്നാണ്. അതായത് അങ്ങനെ തോന്നണമെന്നില്ല, പക്ഷെ പുരുഷന്മാരും അസൂയപ്പെടുന്നു, അങ്ങനെയാണ് സൈക്കോളജി പറയുന്നത്. അവർ സ്ത്രീകളെ പോലെ വാചാലരല്ല, അവരും അത് പ്രകടിപ്പിക്കാനും സാധ്യത കുറവായിരിക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊരു വേദന തോന്നും. എല്ലാ ബന്ധങ്ങളിലും ചിലപ്പോഴൊക്കെ അസൂയ തോന്നുന്നത് സാധാരണമാണ്. എന്നിരുന്നാലും പുരുഷന്മാർ ഇത് നിങ്ങളോട് നേരിട്ട് പറയുകയില്ല. പുരുഷന്മാർ അവരുടെ വികാരങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നത് അയാൾക്ക് അസൂയ തോന്നുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ നിങ്ങളെ സഹായിക്കും. ചില പുരുഷന്മാർ തങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ അകലം പാലിക്കാനാണ് തുടങ്ങുക. അസൂയ വളരെ ശക്തമായ ഒരു നെഗറ്റീവ് വികാരമാണ്. അടുത്തൊരു പോയിന്റായിട്ട് സൈക്കോളജി പറയുന്നത് പുരുഷൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് കാണിക്കാനായിട്ട് അനുവദിക്കുക എന്നതാണ്. ഒരു ബന്ധത്തിലെ പുരുഷന്മാരെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് ഇപ്പോൾ ഏറെക്കുറെ ഈ വീഡിയോയിൽ പറഞ്ഞത് വഴി നമ്മൾക്കറിയാം. അവൻ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് അവൻ്റെ സ്വന്തം ശൈലിയിൽ കാണിക്കുവാനായിട്ട് അനുവദിക്കുക എന്നാണ് സൈക്കോളജി അടുത്തതായിട്ട് പറയുന്നത്. അവൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവരും വ്യത്യസ്തരാണ്. അതുപോലെ തന്നെ അവരുടെ സ്നേഹവും സ്നേഹപ്രകടനവും വാത്സല്യവും പ്രകടിപ്പിക്കുന്ന രീതികളും എല്ലാം വ്യത്യസ്തമായിരിക്കും. അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ശ്രമം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അത് പ്രകടിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമായി, മധുരമുള്ള കാര്യമായി തോന്നും. അത്തരത്തിൽ അവരെ അത് പ്രകടിപ്പിക്കുവാനായിട്ട് അനുവദിക്കുക എന്നതാണ് സൈക്കോളജി പറയുന്നത്. അടുത്ത പോയിന്റായിട്ട് പറയുന്നത് പുരുഷന്മാർ നാടകത്തെ വെറുക്കുന്നു എന്നതാണ്. അതായത് ഡ്രാമ കളിക്കുന്നത്, ഡ്രാമാറ്റിക് പീപ്പിൾസിനെ അവർ വെറുക്കുന്നു. നിങ്ങൾ ഒരുമിച്ചാണ്, പക്ഷെ നിങ്ങൾ പഴയ വേദനകൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അതായത് പണ്ടുണ്ടായ വഴക്കുകൾ അല്ലെങ്കിൽ പണ്ടുണ്ടായ വാക്ക് തർക്കങ്ങൾ, പറഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു.
ഇതിൽ തെറ്റൊന്നുമില്ലെങ്കിലും, ഇതിൽ തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിലും ഇത്തരത്തിലുള്ള സംഭാഷണത്തിന് കൂടുതൽ അനുയോജ്യമായ സമയവും സ്ഥലവുമുണ്ട്. അത് മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതവർ തീർത്തും വെറുക്കുന്നുവെന്നാണ് സൈക്കോളജി പറയുന്നത്. പുരുഷന്മാർ നാടകീയമായ ഇത്തരം സാഹചര്യങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. അതിനെക്കുറിച്ച് സ്വകാര്യമായി സംസാരിക്കാനും ഇഷ്ടപ്പെടുന്നു. ആരുടെയെങ്കിലും മുൻപിൽ വെച്ച് പറയുകയോ ഉച്ചത്തിൽ സംസാരിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓർക്കുക, നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങൾ ദുഃഖിതനായി കാണുന്നത് ഇഷ്ടമല്ല. പകരം നിങ്ങൾ അവനോടൊപ്പം സന്തോഷവതിയായിരിക്കുന്നു എന്ന് കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങളെ തന്നെ നിങ്ങൾ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് അവർ കാരണം നിങ്ങൾ വേദനിക്കുന്നു എന്ന് കൂടിയാണ്. സോ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ, എല്ലാം വ്യക്തമായി കഴിഞ്ഞാൽ, പഴയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും പറയുന്നത്, അത്തരത്തിലുള്ള ഡ്രാമാറ്റിക് സിറ്റുവേഷൻസ് മാക്സിമം ഒഴിവാക്കുക. അടുത്ത പോയിന്റായിട്ട് സൈക്കോളജി പറയുന്നത് പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ വ്യത്യസ്തമായ താല്പര്യങ്ങൾ ഉണ്ടാവുമെന്നാണ്. അതായത് മനസ്സിലാക്കൽ എന്നാൽ അംഗീകരിക്കൽ കൂടി എന്നും അർത്ഥമുണ്ട്. പുരുഷന്മാർക്ക് സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തമായ താല്പര്യങ്ങളുണ്ട്. അത് നമ്മൾ അംഗീകരിക്കണം. നിങ്ങളുമായി ഒരേ രീതിയിലുള്ള താല്പര്യങ്ങൾ പങ്കിടുന്ന ഒരു പങ്കാളിയെ കണ്ടെത്തിയാൽ അത് ഭാഗ്യമാണ്. പക്ഷേ അയാൾക്ക് ബോറടിക്കുന്നത് കണ്ടാൽ നിങ്ങൾ ഒരിക്കലും ദേഷ്യപ്പെടരുത്. അടുത്ത പോയിന്റായിട്ട് പറയുന്നത് പുരുഷന്മാർക്ക് കോപം കൊണ്ട് അവരുടെ വികാരങ്ങൾ മറയ്ക്കാൻ കഴിയും എന്നാണ്. അവൻ ദേഷ്യപ്പെടുന്നതോ അകന്നു നിൽക്കുന്നതോ എന്തുകൊണ്ടാണ് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അതിലെ കാരണം അറിയില്ലായിരിക്കാം, പക്ഷേ നിങ്ങളുടെ പങ്കാളി എന്തോ പ്രശ്നം നേരിടുന്നുണ്ടാകും. പുരുഷന്മാർക്ക് കോപം കൊണ്ട് അവരുടെ വികാരങ്ങൾ മറയ്ക്കാൻ കഴിയും എന്നാണ് സൈക്കോളജി പറയുന്നത്. സമൂഹം അനുവദിക്കുന്ന ഒരു പുരുഷ വികാരമാണിത്. അവർക്ക് ഈ സ്വഭാവത്തെക്കുറിച്ച് അറിയില്ലായിരിക്കാം, പക്ഷെ വളർന്നു വരുമ്പോൾ അത് പഠിച്ചിട്ടുണ്ടാകും. ഇത് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു പുരുഷന് മനസ്സ് തുറന്ന് അവരുടെ വികാരങ്ങളോട് സത്യസന്ധത പുലർത്താൻ കഴിയും. അവനു വേണ്ടി ഉണ്ടായിരിക്കുക, നിങ്ങളെ വിശ്വസിക്കാൻ കഴിയുമെന്ന് അവനെ അറിയിക്കുക. അപ്പോൾ അവൻ ആ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യും. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇത്തരത്തിൽ യാതൊരു രീതിയിലും റിലേറ്റഡ് അല്ലാത്ത കാര്യങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് അവർ ആ വികാരങ്ങൾ മറയ്ക്കും. അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ അവരതിൽ മറച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കും. സോ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയുമെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വഴി ഒരു പുരുഷനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് നമുക്ക് ഏറെക്കുറെ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചില ദമ്പതികൾ പരസ്പരം പൊരുത്തപ്പെടാത്തതിനാൽ വേർപിരിയാൻ തീരുമാനിക്കുന്നു. അവർ പലപ്പോഴും വിയോജിക്കുകയും വാദിക്കുകയും പരസ്പരം പിണങ്ങുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഒരു പുരുഷനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് പഠിക്കുന്നത് ഈ വ്യത്യാസങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പ്പാണ്. പുരുഷനെ മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതത്ര വലിയ സങ്കീർണമായ ഒരു കാര്യമല്ല. ഒരു പുരുഷൻ എങ്ങനെ ചിന്തിക്കുന്നുവെന്നോ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതെന്നോ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളും കുറയും. ഇതിൽ പറയുന്ന കാര്യങ്ങൾ പലർക്കും സഹായകരമായേക്കാം. പക്ഷേ എങ്കിലും ഒരു കാര്യം ഓർക്കുക, ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ പുരുഷന്മാരുമായി മാച്ച് ആവണമെന്നില്ല. കാരണം എല്ലാവരും വ്യത്യസ്തരാണ്.